عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ ഇബാദത്തുകളും ഒക്കെ അവന്റെ പൊരുത്തത്തിലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നാമേയും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ റഹ്മത്തും മഗ്ഫിറത്തും ഉഅ്തഖു മിനന്നാറും ഒക്കെ നൽകി അല്ലാഹു തആല ആദരിച്ച് ബഹുമാനിച്ച അടിമകളിലും അല്ലാഹു തആല നമുക്കും കുടുംബങ്ങൾക്കൊക്കെ ഇടം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. നമ്മൾ ചാവക്കാട് എടക്കഴിയൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ചാവക്കാടിൻ്റെ അടുത്ത് എടക്കഴിയൂർ. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് 2017 മുതൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ആ ഭാഗത്തുണ്ട്. അപ്പം അതിൽ 2 ദിവസം മുമ്പ്, ഇന്നലെ അല്ല പിന്നെ ആള് ദുബായിലാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചപ്പോഴും വിളിക്കലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നോമ്പായിട്ട് അദ്ദേഹം തിരക്കിലാണ്, ഞാനും തിരക്കിലാണ്, ഒരു ഫാമിലി ആയിട്ടൊക്കെ വിളിക്കലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം വിളിച്ചു, ദുആ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ചെറിയ ബിസിനസ്സാണ്, കച്ചവടമാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഹാല്? അതെ, വളരെ മോശമാണ്, കച്ചവടം വളരെ മോശമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് റെഡിയാവും, അൽഹംദുലില്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഇപ്പം നടക്കണം, ഇപ്പം സീസണാണ്, ഇപ്പോൾ നടക്കണം. കച്ചവടം വർഷങ്ങളായിട്ട് നടത്തുന്ന ആളാണ്. പക്ഷെ ഓരോന്നിനും ഓരോ സീസണുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കച്ചവടക്കാരാണ്. അല്ലാഹു തആല എല്ലാത്തിലും ബറക്കത്ത് നൽകുമാറാകട്ടെ. കാരണം ഒരു സീസൺ വരുമ്പോൾ ആ സീസണിൽ പ്രതീക്ഷിച്ച കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പിന്നീട് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകല് അവരോട് പറയണം, നിങ്ങൾ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം, എന്നാൽ ഇനി കച്ചവടം കൂട്ടിപ്പോകുന്നില്ലല്ലോ കട. പക്ഷെ കാര്യമില്ല അല്ലേ? ഒരു സീസണിൽ നടക്കുന്ന കച്ചവടവും അതിൻ്റെ ഫലവും സാധാരണ ഒരു നോർമലിൽ നടക്കുന്ന കച്ചവടവും അതിൻ്റെ ഫലവും തമ്മിൽ വ്യത്യാസമല്ലേ? വ്യത്യാസം. അപ്പോൾ ഒരു സീസൺ ആകുമ്പോൾ ആ സമയത്തിൽ നടത്തേണ്ട കച്ചവടങ്ങൾ, ലാഭങ്ങൾ അത് നമ്മൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടാകെ കൊടുത്താൽ മുട്ടും. അപ്പം എല്ലാ കച്ചവടക്കാരുടെയും അവസ്ഥ തന്നെയാണ്. ഓരോ വിഷയത്തിനും ഓരോ സീസൺ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ നടന്നിട്ടില്ല, ഇപ്പോൾ ഒരു സീസണാണ്. അതെന്താ അറിയില്ല, പൊതുവെ എല്ലാ മേഖലയിലും മാന്ദ്യമുണ്ട്. ആ മാന്ദ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യണം. ആകെ ടെൻഷനിലും പ്രതിസന്ധിയിലുമാണ്. കാരണം എന്താ, ഇപ്പോൾ ഈ സീസൺ ഏതാ? പെരുന്നാൾ സീസണാണ്. പെരുന്നാൾ കഴിഞ്ഞാലോ അത് കഴിഞ്ഞു, പിന്നെ ആ കച്ചവടം ഉണ്ടാവില്ല. പെരുന്നാൾ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി എത്ര ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടായാലും ഒരു പെരുന്നാൾ കൂടി റീക്രിയേറ്റ് ചെയ്യൂല. ആ സീസൺ അവിടെ കഴിഞ്ഞു. പിന്നെ അടുത്തത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വിഷയം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുവരെയും സാധാ ഒരു കച്ചവടവും ഒരു ലാഭമേ ഉള്ളൂ. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, വിളവെടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹു തആല അതിലും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അവരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ അതേ മഴ ടെൻഷനാണ്, പേടിയാണ്. കാരണം എന്താ, ഇത്രത്തോളം ഞങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലം അവസാന നിമിഷത്തിൽ എന്തായി പോവുകയാണ്? നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ, ആ ഫലത്തെ നഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങൾ വരുമ്പോൾ വല്ലാത്ത ടെൻഷനാവുകയാണ്. കാരണം ഞങ്ങളുടെ അത്രയും കാലത്തെ പ്രതീക്ഷയായിരുന്നു, അധ്വാനമായിരുന്നു. ആ അധ്വാനത്തിന്റെ ആ ഫലം ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ അല്പനിമിഷം മുതൽ അതൊന്നുമല്ലാതെയായി പോകുന്നു എന്നറിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്തുണ്ട്? ടെൻഷനും ബോധവുമുണ്ട്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. അങ്ങനത്തെ ഒരു ടെൻഷനും ഒരു ചിന്തയും ചിന്തിക്കേണ്ട ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. ഒന്ന് സീസണാണ്. സീസൺ കഴിഞ്ഞാൽ ഇനി കച്ചവടം ഉണ്ടാവില്ല. സീസണാണ്. ഈ സീസൺ കഴിഞ്ഞാൽ ഇനി കച്ചവടം ഉണ്ടാവില്ല. സാധാരണ നോർമലി എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന കച്ചവടങ്ങൾ അതങ്ങനെ കച്ചവടമായിട്ട് നടക്കും ഇല്ലേ? 1-2 ആളുകൾ കടയിൽ കയറി എന്തെങ്കിലും ഒന്ന് എടുത്തു എന്ന് പറഞ്ഞ മാതിരി 1-2 വഖത്ത് ജമാഅത്തിന് കൂടിയാൽ കൂടി, അല്ലെങ്കിൽ 5 വഖത്ത് സുന്നത്ത് ഉണ്ടാവൂല, ഫർദ് ഉണ്ടാവൂല. സാധാ നോർമലി കച്ചവടങ്ങൾ അങ്ങനെ നടക്കും. പക്ഷെ സീസണിൽ അത് കുറച്ച് എഫേർട്ട് എടുത്ത് അല്ലേ, കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്കുകൾ കൂടുതൽ ഇറക്കും, കുറെ കസ്റ്റമേഴ്സിനെ നമ്മൾ പരിഗണിക്കും. എന്നതുപോലെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് കുറച്ച് കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത്, എന്നാൽ കുറച്ച് കൂടുതൽ ആരോഗ്യവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സീസണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ തന്നെ ചെയ്യും അല്ലേ?
നല്ല ഓരോ സീസൺ വന്നു, കടയിലാണെങ്കിൽ ഒരു വസ്തുവില്ല, നമ്മൾ അവനെ കുറിച്ച് എന്താ പറയാ? നമ്മൾ മുമ്പ് ഒരു ഷാഫി ഇമാമിന്റെ ഒരു പദ്യം പാടിയിരുന്നത് കൊണ്ടാ, അല്ലെ, നല്ല ബുദ്ധിയുള്ള അടിമകൾ അവർ ചെയ്യുന്ന എല്ലാ വിഷയത്തിലും ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്ന പണി അതാണ്. നമ്മുടെ സീസൺ അവസാനിക്കാൻ പോകുന്നു, എന്തേ? അപ്പൊ ആ അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ടെൻഷനല്ല, കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ വാങ്ങിയ വെച്ച സാധനങ്ങളൊന്നും ഫലം ചെയ്യൂല, ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാ? ഞാൻ അടുത്തൊരു വർഷം വരെ അല്ലെങ്കിൽ കച്ചവടം പോകണം, നമ്മുടെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടും, അപ്പൊ കച്ചവടത്തെ അത് ബാധിക്കും, ഉടുസായി പോകുന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സീസണിൽ നിന്ന് വിട പറയുക. ഇനി ഇങ്ങനത്തെ ഒരു സീസൺ കിട്ടണമെങ്കിൽ എത്ര കാത്തിരിക്കണം? കൊല്ലം ഒന്ന് കാത്തിരിക്കണം, അല്ലേ? ഇനി കൊല്ലം ഒന്ന് കാത്തിരുന്നാലും അത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കുണ്ടോ അറിയില്ല. അപ്പൊ നമ്മളുടെ അവസാന നിമിഷമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൃഷിക്കാരുടെ ടെൻഷൻ, ഇത്രയും നമ്മൾ ചെയ്തത് ലാസ്റ്റ് വന്നിട്ട് ഒരു മഴയത്ത് നഷ്ടപ്പെടാൻ പാടില്ല. മഴ സംഗതി എന്താണ്? മഴ എന്താ? അനുഗ്രഹമാണ്, റഹ്മത്ത. ചിലപ്പോ റഹ്മത്ത എന്തായി പോകുന്നുണ്ട്, പ്രയാസാകണമെന്നുണ്ടല്ലോ പറഞ്ഞു. ചിലത് നമ്മളിപ്പോ ചെയ്യണത് ചിലപ്പോൾ ഹൈറ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണതായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഹൈറ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണതായിരിക്കും. ആ ചെയ്യണത് കൊണ്ട് നമുക്ക് വരുന്നത് എന്താ? ഷർറാണ്. അതിൽ പെട്ടതാണ് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കൂടി ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്ന്. ഏത്? നാവ്. ഒന്ന് നാവ്. ഇനി നമുക്ക് പറയാനുള്ളത് അതാണ്. നമ്മൾ തുടക്കം ഈ ആയത്തോതി അവിടെ നിർത്തിയത് അവസാനത്തിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്, അല്ലേ? പൊങ്ങച്ചം പറഞ്ഞു, ഇങ്ങനെ വൽപ്പത്തരം പറയുന്നതിനൊരു കുറവുമില്ല. ഇപ്പോഴും നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മളുടെ സംസാരങ്ങളും നമ്മുടെ ധാർഷ്ട്യതകളും നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ കേട്ടാൽ എന്താ, എന്തോ കുന്നോളം ഉണ്ട് എന്നുള്ള ആ ഒരു ഫഹ്റ് പറയൽ, മേൽമത്തരം പറയൽ, അതിനൊരു കുറവില്ല. എന്നാൽ കൈബീഴ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇല്ല. ഉള്ളത് തന്നെ ഈ പറയുന്ന മേൽമത്തരത്തിലും പൊങ്ങച്ചത്തിലും അതങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അള്ളാഹു തആല പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ നടക്കലേ ഉള്ളൂ, ഒന്നും അധ്വാനിക്കണില്ല, ഒന്നും ചെയ്യണില്ല. നിങ്ങളൊരു സീസണുകൾ വരുന്നുണ്ട്, പറയുന്നതിനും ഡയലോഗ് അടിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങ് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ ഏതുവരെ പറഞ്ഞു നടക്കും? നിങ്ങളുടെ ശരീരം ഖബർസ്ഥാനികൾ കണ്ടുമുട്ടുന്നത് വരെ, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം ഖബറുകളെ കണ്ടുമുട്ടുന്നത് വരെ ഒരു കുറവില്ലാതെ പറഞ്ഞു നടക്കും. എന്നാൽ ഉള്ളിൽ എന്താണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എന്നിൽ എന്തുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാ? ഞാനാണ്. പക്ഷെ ഞാൻ പറയോ, നമ്മൾ ഓരോരുത്തരോടും പോയി നോക്ക്, പറയുന്നതിനൊരു കുറവില്ലല്ലോ. പറച്ചിലിട്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരാണ്. അള്ളാഹ് പറയാൻ, കയ്യിലൊന്നുമില്ലാതെ എന്തിനീ വൽപ്പത്തരം പറയുന്നു, എന്തിനീ പൊങ്ങച്ചം പറയുന്നു, എന്തിന് ചെയ്യുന്ന ഇബാദത്തുകൾ ഇതുപോലെ പറഞ്ഞ് നഷ്ടപ്പെടുത്തുന്നു. മഖ്ബറകൾ നിങ്ങളുടെ ശരീരം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കും, ഫലമില്ല. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത് എന്താ? ഹത്താ സുറത്തുൽ മഖാബിർ, പിന്നെ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങൾ ഈ പറയണമായിരിക്കും ധരിക്കണമായിരിക്കും ഒന്നല്ല കാര്യങ്ങൾ. കാര്യം നിങ്ങൾ അറിയാൻ പോണേ ഉള്ളൂ. കാര്യം അള്ളാഹ് പറയണ കല്ലാ സൗഫ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയും, വിവരം അറിയും. ഇപ്പൊ ഈ പറയുന്ന കാട്ടിക്കൂട്ടലൊക്കെ അല്ലേ, അങ്ങനെ കാട്ടി നിങ്ങൾ നടന്നു, കുറച്ച് കഴിഞ്ഞാൽ വിവരം അറിയും. വീണ്ടും അള്ളാഹ് ചോദിക്കുകയാണ്, നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? വീണ്ടും സുമ്മക്കല്ല, വീണ്ടും അള്ളാഹ് ആവർത്തിച്ച് പറയാൻ. ആദ്യം ഒരു വട്ടം അറിയും കേട്ടോ, നീ വിവരം അറിയും. നമ്മൾ പറയുന്ന ഡയലോഗില്ല, കുട്ടികളോടൊക്കെ കളിക്കും, കളിക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അള്ളാഹ് പറയാം, വീണ്ടും അള്ളാഹ് പറയണല്ല, കുറച്ച് വീണ്ടും നീ അറിയും. സുമ്മക്കല്ല, ആവർത്തിച്ച് പറയാൻ. സുമ്മക്കല്ല, നീ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ. സൗഫ തഅലമൂൻ, അതെന്താണെന്നുള്ളത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അടുത്തത് സുമ്മക്കല്ല സൗഫ തഅലമൂന അല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇനി ഞാൻ നിന്നെ അറിയിക്കുന്നു പറഞ്ഞില്ലേ, നീ അറിയുന്നു പറഞ്ഞില്ലേ, അതൊരു സ്വപ്നമല്ല, അല്ലെങ്കിൽ അതൊരു കേട്ടുകേൾവിയല്ല. യഖീനായ അറിവ്, ഉറപ്പുള്ള അറിവ്, അനുഭവത്തിലെ അറിവ്. ആ അറിവ് ഞാൻ നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ആ അനുഭവത്തിലുള്ള അറിവ്, ആ വിഷയങ്ങൾ അറിയിക്കല്? സുമ്മകല്ല സൗഫ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ
ജഹീം, നരകത്തിന്റെ അടുത്ത പേരാണ് എന്ത്? ജഹീം. ലതറവുൻ, നരകത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നരകത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. സുമ്മ ലതറവുന്നൽ ജഹീം, ജഹീമിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും. നിങ്ങളിപ്പോ ഈ പറയുന്ന ഒരു സ്വപ്നത്തിൽ ഉള്ള കാഴ്ചയോ അല്ലെങ്കിൽ ഒരു വീഡിയോസിലുള്ള കാഴ്ചകളോ ഒന്നും അല്ല. ഡയറക്റ്റ് ആയിട്ട് യഖീനായ അറിവ്, അനുഭവത്തിലെ അറിവ്, അത് നിങ്ങളെ ഞാൻ അറിയിക്കുക തന്നെ ചെയ്യും. ജഹീമിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. എന്നിട്ടോ ആ ജഹീമിനെ എങ്ങനെയാ കാണുന്നത്? ഐനുൽ യഖീൻ, ഐനുൽ യഖീൻ കൊണ്ട്, യാഥാർത്ഥ്യമുള്ള കണ്ണുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ, ഒരു മീഡിയേറ്ററിന്റെ മറ്റേ സഹായമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് കാണും. ഏതൊരു വിഷയത്തിൽ അങ്ങനെ ഡയറക്റ്റ് കാണും. നമ്മളിപ്പോ എത്രയോ അപകടങ്ങൾ കാണുന്നില്ലേ? ഇല്ലേ? നമ്മുടെ മൊബൈലുകളിൽ അപകടങ്ങൾ എത്രയോ കാണുന്നില്ല? നമ്മൾ തീപിടുത്തങ്ങൾ കാണുന്നില്ലേ? നമുക്ക് നമ്മളിങ്ങനെ കാണുന്ന സമയത്തിൽ അതിലേക്ക് കാണുന്ന വിഷയത്തിന്റെ ഒരു ഭീകരത മനസ്സിലേക്ക് തട്ടുന്നു എന്നല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും കുലുക്കമുണ്ടോ? നമ്മളാണെങ്കിൽ ഓൺ ദ സ്പോട്ടിലാണെങ്കിലോ ഒന്ന് കൈകാലം വിറക്കൂലേ? ഒരു അപകടം പെട്ടെന്ന് കണ്ണിന് മുമ്പിൽ കണ്ടൊന്ന് വിറച്ചു പോകൂലേ? ഇല്ലേ? ഒരു തീപിടുത്തം കണ്ടാൽ വിറച്ചു പോകൂലേ? ഇവിടെ അള്ളാഹ് പറയുന്നത് അതാണ്. അല്ലാതെ ഒരു ധാരണയിലോ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെയോ ഒന്നുമുള്ള കാഴ്ചയല്ല കാണാൻ പോകുന്നത്. പിന്നെയോ ഡയറക്റ്റ് ആയിട്ട് യഖീനായ കാഴ്ച നിങ്ങൾക്ക് ആ കാണുന്ന സമയത്തിൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഓർമ്മണ്ട ആയത്ത്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം ഓർമ്മണ്ട? അള്ളാഹ് ചോദിക്കും, ആരോഗ്യം തന്നീലേ? നല്ലോണം ഒറോട്ടിയും പത്തിരിയും ഇറച്ചിയും തന്നീലേ? നോമ്പറക്കാനുള്ള വിഭവങ്ങൾ തന്നീലേ? നല്ല ശീതീകരിച്ച പള്ളി തന്നീലേ? എല്ലാ സൗകര്യവും ഞാൻ തന്നീലേ? എന്താ നീ ചെയ്തത്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ, എല്ലാ നിഅമത്തുകളെ കുറിച്ചും അല്ലാഹ് ചോദിക്കും. ഞാൻ ഈ ആയത്ത് ഫസ്റ്റ് ഒന്ന് ഓതി ഞാൻ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് അല്ലേ? ഈ നിഅമത്തുകളൊക്കെ നമ്മൾ എത്ര നിഅമത്തുകൾ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ കൃത്യമായ ഇബാദത്തുകൾ ചെയ്യാതെ തന്നെ എത്ര നിഅമത്തുകൾ അല്ലാഹ് ആസ്വദിച്ചിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ചോദിക്കും. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയ അനുഗ്രഹമാണോ പ്രയാസമാണോ? അനുഗ്രഹം തന്നെ അല്ലേ? അല്ലേ? മറുപടി പറയണ്ടേ? മറുപടി പറയണ്ടേ? ആ മറുപടി പറയാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ സുഖകരമാക്കാനുള്ള അവസാന സീസണാണ് ഇത്. ഈ ടൈമിൽ ഇനി നമുക്ക് ഉള്ളത് കുറച്ച് ദിവസം, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്ത് ലാസ്റ്റ്, അത് മാത്രമല്ല ചെയ്തത് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്തി കളയാനും പാടില്ല. നമ്മൾ ചെയ്ത ഇബാദത്ത് നമ്മളുടെ ഫലം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, നമ്മളുടെ നാവുകളെ കൊണ്ട്, നമ്മുടെ ചെയ്തികളെ കൊണ്ട് ചെയ്തതിൻ്റെ ഫലത്തെ നിഷ്ഫലമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. ഏറ്റവും കൂടുതൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. നഷ്ടപ്പെടാതെ ഇത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കൂടി നമുക്കുണ്ട്. പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് നൽകി പോകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. റമദാൻ വിട പറഞ്ഞു, ഇനിയും വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് തന്നെയാണ് റമദാൻ പോകുന്നത്. റമദാൻ ഇനി വരൂല എന്ന് പറയുന്നുണ്ടോ? വരും തന്നെ ഉറപ്പ് തന്നെ പറയുന്നു. ഖിയാമത്ത് നാളോളം കൃത്യമായ അതിന്റെ സമയങ്ങളിൽ റമദാൻ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ സ്വീകരിക്കാനുള്ള ആളുകളിലെ വ്യത്യാസമുള്ളൂ. സ്വീകരിക്കുന്ന ആളുകളിലെ വ്യത്യാസമുള്ളൂ. അത് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവർ രക്ഷപ്പെട്ടു, ഇല്ലാത്തവരാണെങ്കിലോ പ്രയാസം തന്നെയാണ്. അപ്പൊ റമദാൻ കൃത്യമായിട്ട് വരും, റമദാനിന്റെ ഫലങ്ങൾ ചെയ്യും, വിഷയങ്ങളൊക്കെയും ചെയ്യും. നമ്മളിലെ വ്യത്യാസമുള്ളൂ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു റമദാനെ നമ്മൾ യാത്രയാക്കിയാൽ അടുത്തൊരു റമദാനിനെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ഉണ്ടോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പൊ ഉള്ളതിൽ അവസാനത്തതാണ് എന്നൊരു ഉറപ്പിച്ചുകൊണ്ട് ലാസ്റ്റത്തെ ഇന്നിപ്പോ എത്ര രാവാം? 25 രാവാണ്. സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ? കളവ് പറയരുത്. സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ? വെറുതെ അങ്ങനെ എന്തെങ്കിലും പറയരുത്. സങ്കട നോമ്പ് എത്രണ്ണം വേണം? 29 വേണോ 30 വേണോ? അത് ആ മാസം ലാസ്റ്റത്തെ ദിവസം അറിയാം. നാവ് കൊണ്ടൊക്കെ നമ്മൾ പറയുന്നത് 30 കിട്ടണല്ലോ. എന്നാലും കണ്ടില്ലല്ലേ അല്ലേ? കാരണം നമ്മുടെ കൽബ് നല്ലോണം അറിയുന്ന ആളാരാ? റമദാൻ നല്ലോണം അറിയാം. അതുകൊണ്ടാണല്ലോ റമദാൻ തിരക്കിട്ട് പോവുകയുള്ളൂ. എപ്പോഴാണ് തുടങ്ങിയത്? ഞങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരിക്കണം അതിന്റെ വശം എന്താന്നുള്ളത്? റമദാൻ തിരക്കിട്ട് പോവുകയല്ലേ? ഒരു അതിഥിയായി ഒരല്പസമയം നമ്മളോട് കാരണം സൽക്കരിക്കാൻ നമുക്ക് സമയമല്ല, സ്വീകരിക്കാൻ നമുക്ക് സമയമല്ല,
റമദാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സമയമല്ല. റമദാൻ വന്നു, റമദാൻ വേഗം പോവുകയാണ്. ഒരാൾ വരുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു അതിഥി വന്നാൽ ഒരല്പസമയം ഇരുന്ന് സംസാരിക്കണ്ടേ, അവനെ പരിഗണിക്കണ്ടേ? അപ്പോഴല്ലേ അവരും നമ്മളെ പരിഗണിക്കൂ. ഇത് നിങ്ങൾ വീണ്ടും വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണേ? മൊബൈലിൽ നോണ്ടിട്ടിരിക്കുക. നിങ്ങൾ എൻ്റെ റൂമിൽ കൂടുതൽ നേരം ഇരിക്കുമോ? അപ്പൊ നിങ്ങൾ എന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്താണ് ഉസ്താദ് വിശേഷം എന്നൊക്കെ ചോദിച്ചവർ, ഞാൻ ആയിക്കോട്ടെ, അതുകൊണ്ട് ഞാൻ ഈ മൊബൈലിൽ നോണ്ടിയിരുന്ന നിങ്ങൾ എത്ര നേരം എൻ്റെ റൂമിലിരിക്കും? ചിലപ്പോൾ പ്രധാനപ്പെട്ട കാര്യം പറയാനായിരിക്കും വന്നിട്ടുണ്ടാകും. എന്നാൽ പോലും ഒന്ന് ഉസ്താദെ ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോകൂലേ? നമ്മളിപ്പോൾ അത് അവസ്ഥ. റമദാൻ വരുന്നുണ്ട്, നമ്മൾ നല്ല തിരക്കിലാണ്. അപ്പൊ റമദാൻ വിചാരിച്ചു നമ്മൾ വന്നത് ആൾക്ക് പറ്റിയിട്ടില്ല, നമ്മൾ എന്തിനാഞ്ഞ് വിഷമിക്കാൻ നിൽക്കുന്നു, നമുക്ക് പോയിക്കാളുകയാണ്. ആ ലെവലിൽ റമദാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ കൽബ് നല്ലോണം ആർക്കറിയാം. നാവ് കൊണ്ട് നമുക്ക് വേറെ പറ്റൂലല്ലോ, മാർഗമില്ലല്ലോ പറയാതിരിക്കാൻ. പക്ഷെ നമ്മുടെ കൽബ് അറിയുന്ന ആൾ റബ്ബാണ്. നമുക്ക് സന്തോഷമാണോ, എത്ര പോയി, എത്ര ഉണ്ട്, അതിന്റെ വിഷയത്തിൽ അറിയാതെ പോലും സന്തോഷിക്കാൻ വകുപ്പില്ല, സന്തോഷിക്കാൻ പാടില്ല എന്നാ മഹാന്മാരായ ആളുകളൊക്കെ കണ്ണീരോടുകൂടെ റമദാനിനെ യാത്ര പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ആ ഒരു സങ്കടവും നമുക്കില്ല, അല്ലേ? വിദേശത്തിലേക്ക് യാത്ര പോകുന്ന മകൻ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരും, അല്ലേ? യാത്രയാക്കുന്ന നമ്മളുടെ മാനസികാവസ്ഥ എന്താണ്? യാത്ര പറയുന്നവരുടെയും യാത്രയാക്കുന്നവരുടെയും മാനസികാവസ്ഥ എന്താണ്? എങ്ങനെ ഉണ്ടാവും? പ്രയാസല്ലേ? ആണോ അല്ലേ? ആണ്. നമ്മൾ റമദാനെ യാത്രയാക്കുമ്പോഴോ എങ്ങനെ പറയും? ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ റമദാനെ യാത്രയാക്കുമ്പോഴോ നേരെ മറിച്ച് അത് ഫലം ചെയ്യുന്ന ആൾക്ക് ഉപകാരപ്പെടുത്തിയ ആൾക്ക് നഷ്ടപ്പെടുത്തുമ്പോൾ ഖേദമുണ്ടാവും. ഉപകാരപ്പെടുത്തിയ ആൾക്ക് നഷ്ടപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവും? ഖേദം, അല്ലേ? നമുക്ക് ഫലം ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ഉപകാരമുള്ളൊരു സാധനം നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് ടെൻഷനുള്ളൂ, ഇല്ലേ? അതെന്തും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഒരു 10 റുപ്യ പോയാലാ ടെൻഷൻ, 1000 റുപ്യ 500 റുപ്യ പോയാലാ ടെൻഷൻ. 500, കാരണം 500 ഫലം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. 10 10 കാരണം അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് അറിഞ്ഞു, അതിൽ അത്രേ ടെൻഷനുള്ളൂ. മറ്റേ 500 ആകുമ്പോഴോ എവിടൊക്കെ നമ്മൾ പരതും, ഇല്ലേ? അപ്പൊ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് സങ്കടം വരണോ, അത് മൂല്യമുള്ളതായി നമ്മൾ കരുതിയിട്ടുണ്ടാവണം, ഉപയോഗിച്ചിട്ടുണ്ടാകണം, അതിന്റെ ഫലം നാം അറിഞ്ഞിട്ടുണ്ടാകണം. എങ്കിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഖേദമുണ്ട്. ഞാനിത് എന്തിനപ്പോൾ പറയണെന്നറിയോ? റമദാൻ പോകുമ്പോൾ കൽബിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാതെ തന്നെ ഒരല്പമെങ്കിലും ഖേദമോ സങ്കടമോ വന്നിട്ടില്ലെങ്കിൽ ചിന്തിച്ചോളൂ, റമദാനിനെ നമ്മൾ എങ്ങനെ സമീപിച്ചിട്ടുള്ളത്. തിരിഞ്ഞോ? റമദാനിനെ നമ്മൾ എങ്ങനെയാണ് സൽക്കരിച്ചിട്ടുള്ളത്? റമദാൻ പോകുമ്പോൾ അല്പമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ചലനം, സങ്കടത്തിന്റെ വേദനയുടെ ഒരു ചലനമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ റമദാനിനെ നമ്മൾ എങ്ങനെയാ സമീപിച്ചത് ഇവിടുന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും. അതിന് മീസാന് വരെ പോകേണ്ട ആവശ്യമില്ല. അതിലും നമുക്ക് ഉറപ്പിക്കാം റമദാൻ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ. നമ്മൾ റമദാനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ല താല്പര്യക്കുറവാണോ കാണിച്ചിട്ടുള്ളത്. അതൊക്കെയും ഈ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട മകൻ പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നതും മറ്റാളെ അതും ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് എന്നാ കാണട്ടോ, ആയിക്കോട്ടെ വിളിക്കൊണ്ട് കേട്ടോ, അല്ലേ? നമ്മൾ പറയില്ലേ പോയിട്ട് വിളിക്കണം കേട്ടോ, വേറെ ഒന്ന് കഴിഞ്ഞു കരയെ മുറിച്ചോ. മറ്റേത് അങ്ങനെയല്ല, സങ്കടം സഹിക്കൂല, അല്ലേ? അപ്പൊ റമദാൻ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ, നമ്മൾ റമദാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയും തിരിച്ചറിയാനുള്ളൊരു മാർഗം കൂടി നമ്മുടെ കൽബിൽ ഉള്ളതാണ്. അതിലേറ്റവും അവസാന നിമിഷങ്ങളിലൂടെയാണ് പോകുന്നത്. പ്രവർത്തനങ്ങൾ ചെയ്തു പോകുക, അല്ലാതെ വൽപ്പത്തരം ചെറിഞ്ഞു പോയാൽ അള്ളാഹു തആല പറയുന്ന ജഹീമിനെ കാണിച്ചു തരുന്നു. ആ ജഹീം എത്രണ്ണം പറഞ്ഞു നമ്മള്? 4 3 ഏത്? പ്രഥമ, ഹാവിയ, ജഹീം. ഇനി എത്ര ഉണ്ട്? 4 പറയാനുണ്ട്. അതിൽ വെറും പേരേ പറയണുള്ളൂ കേട്ടോ, പേരേ പറയണുള്ളൂ. ഇനി അതിന്റെ വശങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതെന്നെ കൊണ്ടൊന്നും സാധ്യമല്ല, നിങ്ങളെ കഴിവുമില്ല. അത്രയും പറയാനുണ്ട്. ഇതെന്തിനാണ് പറയുന്നത്? സ്വർഗത്തിലെ ഗുണങ്ങളെക്കാൾ കൂടുതൽ നരകത്തിൽ പരിശുദ്ധ ഖുർആനും വിശദീകരിക്കാനുള്ള കാരണങ്ങളിൽ എന്താണ്? നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഗുണങ്ങൾ പറയുന്നതിനെക്കാട്ടിലും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അത് ഗുണത്തെക്കാളേറെ അതിന്റെ ദോഷമാണ് മനസ്സിലാക്കേണ്ടത്. ഗുണമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, ദോഷം വന്നാലാ പ്രയാസം ഏതിലും, അല്ലേ?
ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ട് വലിയ ഗുണം കിട്ടിയിട്ടില്ല, ദോഷം ഉണ്ടെങ്കിലോ? ഒരു മരുന്ന് കഴിക്കുമ്പോൾ വലിയ ഗുണം ഇല്ലെങ്കിലോ അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടായാലോ? അപ്പൊ ഏതും ആ ദോഷങ്ങളാണ് നോക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഉണർവ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതേപോലെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളും ഒക്കെ നരകത്തിനെ കുറിച്ചും അതിന്റെ വശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഓരോരുത്തർക്കും മാർക്കാണ് ഉള്ളത് എന്നും പറയുന്നു. ഏതിലാണ് നമ്മൾ പെട്ടുപോണത് എന്ന് നമ്മൾ ചിന്തിച്ച് സ്വയം മാറും. അതിനുള്ള അവസാന നിമിഷങ്ങളിലും കൂടിയാണ്. ഇനി വരുന്ന ദിനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ ആദരവോടെ കാണേണ്ടതും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെയും ചെലവഴിക്കാനും ഉപകാരപ്രദമാക്കാനും ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നിന്റെ ത്വാഅത്തിലായി ദീനിയ ഖിദ്മത്തിലായി ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ല റഹ്മാന്, അനുഗ്രഹമാക്കണേ അല്ലാഹ്. അവസാനത്തേതാക്കല്ല റഹ്മാന്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതങ്ങൾ വെളിച്ചം നൽകണം റഹ്മാന്. വിഷമങ്ങൾ തീർത്തു തരണം റഹ്മാന്. രോഗങ്ങൾ ശമിപ്പിക്കണേ അല്ലാഹ്. എല്ലാ നിലക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാന്. അവശേഷിക്കുന്ന പരിശുദ്ധ റമളാനിന്റെ ദിനങ്ങൾ പൂർണ്ണമായും നിന്റെ പൊരുത്തത്തിലാക്കി മാറ്റാനുള്ള കഴിവും തൗഫീഖും നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.